ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മറാത്ത സാമ്രാജ്യവും ശിവജിയും. 17-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഒരു ഹിന്ദു സാമ്രാജ്യമായിരുന്നു മറാത്ത സാമ്രാജ്യം. 1674 ഛത്രപതി ശിവജിയാണ് ഇത് സ്ഥാപിച്ചത്. 1818 വരെ ഇത് നിലനിന്നു. 18-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളും ഈ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. പേശ്വമാരുടെ കീഴിൽ മറാത്ത സാമ്രാജ്യം അതിൻ്റെ ഉന്നതിയിലെത്തി. മറാത്ത സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചു. റായ്ഗഡ് ആയിരുന്നു ഇതിൻ്റെ ക്യാപിറ്റൽ. ഇന്ത്യയിലെ ഇന്നത്തെ മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മറാത്ത സംസാരിക്കുന്ന ഒരു യോദ്ധാക്കളുടെ കൂട്ടമായിരുന്നു മറാത്തികൾ. അക്കാലത്തെ ഇസ്ലാമിക ഭരണത്തിനെതിരെ അവരുടെ ആദ്യരാജാവായ ശിവജിയുടെ നേതൃത്വത്തിൽ അവർ രാഷ്ട്രീയമായി സംഘടിച്ചു. 1674 ശിവജിയെ ഛത്രപതിയായി കിരീടധാരണം ചെയ്തു. ഇതിന് അദ്ദേഹത്തെ സഹായിച്ച വ്യക്തി ഗംഗഭദ്രയായിരുന്നു. ഈ സമയത്ത് മുഗൾ സാമ്രാജ്യമായിരുന്നു വടക്കേ ഇന്ത്യയെ നിയന്ത്രിച്ചിരുന്നത്. ബീജാപ്പൂർ സുൽത്താൻ്റെ കീഴിൽ ഉദ്യോഗസ്ഥനായിരുന്നു ശിവജിയുടെ പിതാവ് ഷാജി ഭോൺസ്ലെ. ജീജാബായി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാവ്. തൻ്റെ പിതാവിന് ജാഗിർദാരി സിസ്റ്റത്തിലൂടെ ലഭിച്ച ഭൂമി വിപുലമാക്കാൻ ശിവജി തീരുമാനിച്ചു. ശിവജി ബീജാപ്പൂർ സുൽത്താൻ്റെ നിരവധി മേഖലകൾ പിടിച്ചടക്കി. ധാരാളം കോട്ടകൾ പിടിച്ചടക്കി. ഡക്കാൻ സുൽത്താനേറ്റ്, മുഗൾ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നിവയായിരുന്നു അക്കാലത്തെ വലിയ ശക്തികൾ. ശക്തരായ മറാത്ത യോദ്ധാക്കളുടെ സഹായത്തോടെ റായ്ഗഡ് തലസ്ഥാനമാക്കി അദ്ദേഹം ഒരു രാജ്യം സ്ഥാപിച്ചു. 1680 ശിവജിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകനായ സാംഭാജിയാണ് അധികാരത്തിൽ വന്നത്. ഔറംഗസേബ് അദ്ദേഹത്തെ വധിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് പേശ്വമാരുടെ ഭരണമാണ് മറാത്തയിലുണ്ടായത്. ബാലാജി വിശ്വനാഥ് ആയിരുന്നു ആദ്യത്തെ പേശ്വ. മുഗൾ സച്ഛാധിപത്യത്തിനെതിരെ ഹിന്ദു ദേശീയതയുടെ ഒരു പോരാട്ടമായിരുന്നു മറാത്ത സാമ്രാജ്യം. ഒരു ഗറില്ല യുദ്ധമുറയാണ് അവർ സ്വീകരിച്ചത്. കൃഷിക്കും വ്യാപാരത്തിനും വളരെ പ്രോത്സാഹനം നൽകിയൊരു സമൂഹമായിരുന്നു മറാത്ത സാമ്രാജ്യം. ഹൈന്ദവ ധർമ്മോദ്ധാരക എന്ന സ്ഥാനപ്പേരാണ് ശിവജി സ്വീകരിച്ചത്. മറാത്ത ഭരണകാലത്ത് പിരിച്ചിരുന്ന നികുതികളായിരുന്നു ചൗത്ത്, സർദേശ് മുഖി എന്നിവ. പിടിച്ചെടുത്ത പ്രദേശങ്ങളിലെ ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിളവിൻ്റെ 25% നികുതിയായി കൊടുക്കണമായിരുന്നു. ഇതൊരു ആനുവൽ നികുതിയായിരുന്നു. ഇതാണ് ചൗത്ത്. ഇതിൽ 10% കൂടുതൽ ഈടാക്കിയിരുന്നു. ഇതാണ് സർദേശ് മുഖി. ശിവജിയുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന മന്ത്രിസഭയായിരുന്നു അഷ്ടപ്രധാൻ. മന്ത്രിമാരുടെ തലവൻ പേശ്വയായിരുന്നു. ആദ്യത്തെ പേശ്വ ബാലാജി വിശ്വനാഥ് ആയിരുന്നു. ബാജിറാവു ഒന്നാമനാണ് പേശ്വമാരിൽ പ്രസിദ്ധൻ. ശിവജിയുടെ റവന്യൂ മന്ത്രി അമത്യ എന്നറിയപ്പെട്ടു. ധനകാര്യമന്ത്രി സച്ചീവ് എന്നറിയപ്പെട്ടു. ആഭ്യന്തരമന്ത്രി മന്ത്രി എന്നറിയപ്പെട്ടു. സൈനിക തലവനായിരുന്നു